അഹമ്മദ് അൽ അഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ലോകത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. സമൂഹമാധ്യമങ്ങളിലെങ്ങും ആ മനുഷ്യൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് എല്ലാവരും പ്രശംസിച്ചുകൊണ്ട് ധീരമായ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തുന്ന കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ആ മനുഷ്യൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം ഒരു മുസ്ലിമായ മനുഷ്യനാണെന്ന്. ഓസ്ട്രേലിയയിലെ തെരുവിൽ പഴക്കച്ചവടം ചെയ്യുന്ന ആ മനുഷ്യനെ പ്രശംസിച്ചുകൊണ്ട് ഓസ്ട്രേലിയയിലെ ഭരണാധികാരികൾ പോലും അവിടുത്തെ പ്രധാനമന്ത്രി പോലും രംഗത്ത് വന്നു എന്നുള്ളതാണ്. അത്രമേൽ ഈ മനുഷ്യനെ എല്ലാവരും പ്രശംസിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? കഴിഞ്ഞ ദിവസം, അതായത് കൃത്യമായി പറഞ്ഞാൽ 2025 ഡിസംബർ 14 ഓസ്ട്രേലിയയിലെ ആർച്ചർ പാർക്കിന് സമീപമുള്ള ബോണ്ടി ബീച്ചിൽ അവിടെ ജൂതന്മാരുടെ ഒരു ആഘോഷ പരിപാടി നടക്കുകയുണ്ടായി. ഹാനുക്ക ബൈ ദ സീ എന്ന് പറയുന്ന ഒരു പരിപാടി, ആഘോഷ പരിപാടി ജൂതന്മാരുടെ അവരുടെ വിശ്വാസ പ്രകാരമുള്ള ഒരു ആഘോഷമാണ്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷ പരിപാടി. ആ പരിപാടിയുടെ ഭാഗമായിട്ട് അവിടെ ഒരുപാട് ജൂതന്മാർ തടിച്ചുകൂടി. അവിടെ കുട്ടികളുണ്ടായിരുന്നു, വൃദ്ധരായ പ്രായമുള്ള സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരക്കണക്കിന് വരുന്ന ജൂതന്മാർ പങ്കെടുത്ത ആ ഒരു പരിപാടിക്കിടെ പെട്ടെന്ന് 2 ഭീകരവാദികൾ, 2 പാകിസ്ഥാൻ ഭീകരവാദികളാണ് എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർ 2 പേരും മുഖമൊക്കെ മറച്ച് തിരിച്ചറിയാത്ത വിധത്തിൽ അവിടേക്ക് കടന്നു വരികയും കയ്യിലുണ്ടായിരുന്ന തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തുരുതുരാ വെടിവെക്കുകയാണ്. ആ ഭീകരവാദികളുടെ ആ ഒരു വെടിവെപ്പിൽ 10-14 ആളുകൾ മരണപ്പെട്ടു. 40-ലധികം വരുന്ന ആളുകൾക്ക് പരിക്കേറ്റു. അതിൽ പോലീസുകാർ ഉൾപ്പെടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അത്രത്തോളം ഒരുപക്ഷെ ഈ കാലയളവിൽ ഓസ്ട്രേലിയയിൽ കണ്ട ഏറ്റവും വലിയ ഒരു ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. അത്തരത്തിലുള്ള ആ ഒരു ഭീതിജനകമായ ഒരു അവസ്ഥ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഹമ്മദ് അൽ അഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഇടപെടലുണ്ടാകുന്നത്. ഈ ഭീകരവാദികൾ ഇങ്ങനെ വെടിവെക്കുന്ന സമയത്ത് അവിടെ ഈ തെരുവിൽ പഴക്കച്ചവടം ചെയ്യുന്ന ഈ മനുഷ്യൻ ആ ഭീകരവാദിയെ പിടികൂടുകയും ആ ഭീകരവാദിയുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് പിടിച്ചു വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. അതിവിടെ പ്ലേ ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് എതിരായതുകൊണ്ടാണ്. ആ മനുഷ്യൻ്റെ അപാരമായ ആ ഒരു ധൈര്യം അത് പറയാതിരിക്കാൻ സാധിക്കില്ല. ഈ ഭീകരവാദികളുടെ ആക്രമണത്താൽ ഇത്രയധികം ആളുകൾ കൊല്ലപ്പെടുന്നു, ഇത്രയധികം ആളുകൾക്ക് പരിക്കേൽക്കുന്നു. ആ തോക്കുമേറ്റ് നിൽക്കുന്ന ആ ഭീകരവാദിയുടെ അടുക്കലേക്കാണ് കയ്യിൽ ഒരു ആയുധം പോലും ഇല്ലാതെ പിന്നാലെ കടന്നുകൂടി ആ ഭീകരവാദിയെ മനുഷ്യൻ പിടികൂടുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഭീകരാക്രമണം നടത്തിയ 2 പേർ അതൊരു അച്ഛനും മകനുമാണെന്ന് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഭീകരവാദിയായ ആ അച്ഛനെ സ്പോട്ടിൽ വെടിവെച്ച് കൊലപ്പെടുത്തി. അതിൽ നവീദ് അക്രം എന്ന് പറയുന്നവനെ പോലീസ് പിടികൂടുകയും ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രി കഴിയുകയും ചെയ്യുന്നു. നോക്കി, ഈ ഒരു സംഭവം, ഈ ഒരു വാർത്ത ലോകത്തുള്ള സകല ഇസ്ലാമിക വിരോധികൾക്കും പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു പാഠമുണ്ട്. യഥാർത്ഥ ഒരു മുസ്ലിം എന്താണെന്നും നേരെ മറിച്ച് ഇസ്ലാമിൻ്റെ പേര് നടത്തുന്ന ചില വർഗീയവാദികളുടെയും തീവ്രവാദികൾ എന്താണ് എന്നുള്ളതും വ്യക്തമായി വേർതിരിച്ച് പഠിപ്പിച്ചു തരുന്ന ഒരു സംഭവമാണ്. നോക്കി, ഇവിടെ വെടിവെപ്പ് നടത്തിയവരും സ്വയം മുസ്ലിമായ അവകാശപ്പെടുന്ന മുസ്ലിം നാമധാരികളാണ്. ജീവൻ പണയം വെച്ചുകൊണ്ട് അവരെ പിടികൂടിയ ഒരു മനുഷ്യനും മുസ്ലിമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലാകാലങ്ങളായിട്ട് ഇസ്ലാമിക വിരോധികളും യുക്തിവാദികളും ഒക്കെ നിരന്തരമായി പറയുന്നൊരു പച്ചനുണയുണ്ട്. അന്യമതസ്ഥരെ കണ്ടുകഴിഞ്ഞാൽ കണ്ടിടത്ത് വെച്ച് കൊല്ലണം, അവരൊക്കെ കാഫറായി കാണണം, അവരെ കൊലപ്പെടുത്തണം, അങ്ങനെയൊക്കെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ സ്വർഗത്തിലൊക്കെ സീറ്റ് കിട്ടും, അങ്ങനെയൊക്കെ നിരന്തരമായി കൊണ്ട് പരിഹസിച്ചുകൊണ്ട് കളിയാക്കി വിമർശിക്കാറുണ്ട്. ഇതേ യുക്തിവാദികളും ഇസ്ലാമിക വിരോധികളും ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന അതേ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഈ മനുഷ്യനാണല്ലോ അഹമ്മദ് അൽ അഹമ്മദ് എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ എന്താ സ്വർഗത്തിൽ പോകണ്ടേ? അയാൾക്കെന്താ കാഫറുകളെ കൊലപ്പെടുത്തണ്ടേ? ഇവിടെയാണ് ഇവന്മാരുടെ നല്ല ഒന്നാന്തരം ഇരട്ടത്താപ്പ് നാം മനസ്സിലാക്കേണ്ടത്. നോക്കൂ, പാകിസ്ഥാനിൽ നിന്നും നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് കുറേ തീവ്രവാദികൾ, പാകിസ്ഥാൻ തീവ്രവാദികൾ നുഴഞ്ഞു കയറുകയും നമ്മുടെ രാജ്യത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെടിവെച്ച് കൊലപ്പെടുത്തിയപ്പോൾ അതിലൊരു പാകിസ്ഥാൻ തീവ്രവാദിയുടെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ബലം പ്രയോഗത്തിനിടയിൽ ആ പാകിസ്ഥാൻ തീവ്രവാദികൾ കൊലപ്പെടുത്തിയത് കശ്മീരിലെ ഒരു മുസ്ലിം സഹോദരനെയായിരുന്നു. ഇവിടെയാണ് മനുഷ്യരെ മനുഷ്യരായി കാണണമെന്നും മനുഷ്യനന്മ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആ ഇസ്ലാം മതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ഒരു മുസ്ലിം എന്ന് പറയുന്നത്. മറുഭാഗത്തുള്ളവരാകട്ടെ ആ ഇസ്ലാം പഠിപ്പിക്കുന്ന ആ നന്മയെ അത് തെറ്റായി വ്യാഖ്യാനിച്ച് അത് തെറ്റായി ചിന്തയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് തെറ്റായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇത്തരം വർഗീയവാദികൾ ഉപയോഗിക്കുകയാണ്. അത്തരം ആളുകൾ ചെയ്യുന്നത് വെറും വിഡ്ഢിത്തരം മാത്രമാണ്. എന്നാൽ അത്തരം ഭീകരവാദികളും വർഗീയവാദികളും ചെയ്യുന്ന ഇത്തരം നീചമായ പ്രവർത്തനങ്ങൾ അത് ഇസ്ലാം പഠിച്ചതുകൊണ്ടാണ്, ഇസ്ലാം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള തരത്തിലേക്ക് മാറ്റി എഴുതാൻ ശ്രമിക്കുകയാണ് യുക്തിവാദികളും ഇസ്ലാമിക വിരോധികളുമെല്ലാം. നോക്കൂ, ഏതൊരു സാധനത്തിനും നന്മയും തിന്മയും ഉണ്ട്. നോക്കൂ, ഉദാഹരണത്തിന് മൊബൈൽ ഫോൺ തന്നെ എടുക്കാം. ആ മൊബൈൽ ഫോൺ അത് നന്മയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കാം, ചീത്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കാം. അത് കയ്യിൽ കിട്ടുന്നവൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവൻ ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാക്കുന്ന
എന്തെങ്കിലും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. നേരെ മറിച്ച് തെറ്റായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നവൻ്റെ കയ്യിലേക്കാണ് ഈ സാധനം കിട്ടുന്നത് എങ്കിൽ അവനത് തെറ്റായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും, തിന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കും. മറ്റുള്ളവരെ കളിയാക്കാൻ, പരിഹസിക്കാൻ, വർഗീയത പറയാൻ, അതോടൊപ്പം വ്യാജമായ സംഭവങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ, ഇങ്ങനെ മറ്റു പല തിന്മകൾക്ക് വേണ്ടി. അത് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ആ ഒരു ഉപകരണത്തിൻ്റെ കുഴപ്പമല്ല. നേരെ മറിച്ച് അത് ഉപയോഗിക്കുന്നവൻ്റെ ചിന്താഗതി പോലെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇസ്ലാം പഠിപ്പിക്കുന്ന മാനവികതയും മനുഷ്യത്വവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് അത് പഠിച്ച് ഇവിടെ കുറേ മനുഷ്യർ അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. എന്നാൽ ഇവിടെ മറുഭാഗത്തോ ആ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ അവരുടെ തന്നെ കൈകടത്തലുകളും മറ്റും നടത്തി അതിൽ കുറേ അവരുടേതായ വ്യാഖ്യാനങ്ങൾ നടത്തി അത് മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നോക്കൂ, ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തിയാൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയതിന് തുല്യമാണ് എന്നും, ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയാൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്തിയതിന് തുല്യമാണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ആ മനോഹരമായ തത്വം അത് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യന് എങ്ങനെയാണ് മറ്റൊരു മനുഷ്യനെ കൊലപ്പെടുത്താൻ സാധിക്കുക? ഏതായാലും അഹമ്മദ് അൽ അഹമ്മദ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ ധീരമായ ഇടപെടൽ, സമയോചിതമായ ഇടപെടൽ ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ലോകം മുഴുവനും ശ്രദ്ധയാകർഷിക്കുകയാണ്. ഒരുപാട് ആളുകൾ പ്രശംസയുമായി രംഗത്ത് വരുന്നുണ്ട്. ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം. നമുക്കറിയാം, തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് 2 ദിവസങ്ങളായിട്ട് വലിയ ആഘോഷങ്ങളായിരുന്നു കേരളത്തിൽ. ആ തിരഞ്ഞെടുപ്പിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം സങ്കടം നിറഞ്ഞൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്നും കേൾക്കാൻ സാധിച്ചത്. വെറും 27 വയസ്സ് മാത്രം പ്രായമുള്ള ഇർഷാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി. മലപ്പുറത്താണ് സംഭവം നടന്നത്. ഈ ചെറുപ്പക്കാരൻ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ കൂടിയാണ്. പാർട്ടി പ്രവർത്തകനായ ഇദ്ദേഹം തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ സഞ്ചരിക്കുന്ന സ്കൂട്ടറിൽ പടക്കവുമായി എത്തിയതാണ്. ഓലപ്പടക്കമാണെന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ പടക്കവുമായി അവിടേക്ക് സന്തോഷിക്കാൻ, ആഹ്ലാദിക്കാൻ വേണ്ടി വരുന്ന ആ ഒരു സമയത്ത് മറ്റൊരു സ്ഥലത്തു നിന്നും ഒരു തീപ്പൊരി ആ പടക്കത്തിലേക്ക് വന്നു വീഴുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇർഷാദിൻ്റെ വാഹനത്തിലുണ്ടായിരുന്ന ആ ഒരു പടക്കം തുരുതുരാ പൊട്ടുകയും വലിയ രീതിയിലുള്ള അപകടമുണ്ടാവുകയും പൊള്ളലേൽക്കുകയും മറ്റുമൊക്കെ ചെയ്തു. ഉടൻ തന്നെ ഇർഷാദിനെ ആശുപത്രിയിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ സഹോദരൻ മരണപ്പെട്ടു പോവുകയാണ്. ആഹ്ലാദങ്ങളും ആഘോഷങ്ങളും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് അതിരുകടക്കരുത്. നമ്മുടെ ആഘോഷങ്ങളും ആവേശങ്ങളും ഒക്കെ അതിരുകടക്കുമ്പോൾ ഒരുപക്ഷെ ഇതുപോലെയുള്ള ദുരന്ത വാർത്തകൾ നാം എല്ലാവരും കേൾക്കേണ്ടി വരും. നോക്കൂ, സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് ഇത്തരം ആളുകൾ പല ആഘോഷങ്ങളും ഒക്കെ നടത്താറുള്ളത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. അത് മലപ്പുറത്താണെന്ന് തോന്നുന്നു. ഒരു ഓലമേഞ്ഞ ഒരു കുടിൽ, ഒരു പാവപ്പെട്ട കുടുംബം താമസിക്കുന്ന ആ കുടിലേക്ക് പടക്കം വീണതിൻ്റെ ഭാഗമായിട്ട് ആ ഓലപ്പുര നിന്ന് കത്തുകയാണ്. എന്തൊരവസ്ഥയാണിത്! അതോടൊപ്പം മറ്റൊരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അവിടെ കണ്ട കാഴ്ച സമൂഹ മാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ വിവാദമായി. തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ആളുകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് അവിടേക്ക് മരം മുറിക്കുന്ന ഒരു മെഷീനുമായ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നു. നോക്കൂ, ആ മെഷീൻ എങ്ങാനും ദേഹത്ത് കൊണ്ടുകഴിഞ്ഞാൽ എന്താകും അവസ്ഥ? അവിടെ കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്വന്തം ജീവനും അതോടൊപ്പം മറ്റുള്ളവരുടെ ജീവനുമൊക്കെ അപകടത്തിലാക്കുന്ന വിധത്തിലാണ് ഇത്തരം ആളുകളുടെ ആഘോഷങ്ങളും ആഹ്ലാദങ്ങളുമെല്ലാം. ഇതൊക്കെ നിർത്തലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ മരണപ്പെട്ടു പോയ ഇർഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയി. ആ ചെറുപ്പക്കാരൻ എന്തായാലും ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. നഷ്ടപ്പെട്ടത് ഇർഷാദിൻ്റെ കുടുംബത്തിന് മാത്രമാണ്. അവിടെ ആർക്കും ഒരു നഷ്ടവുമില്ല. ആ ചെറുപ്പക്കാരൻ്റെ മയ്യത്ത് കഫം ചെയ്ത് ആ കബറിലേക്ക് വയ്ക്കുന്ന ആ ഒരു സമയം മാത്രമേ ഇത്തരം പാർട്ടി പ്രവർത്തകരുടെ ഈ കണ്ണീരും സങ്കടങ്ങളും ഉണ്ടാവുകയുള്ളൂ. വിജയിച്ചു പോയ ആ സ്ഥാനാർത്ഥിയും പാർട്ടി പ്രവർത്തകരും എത്ര നാൾ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ഓർക്കും? എത്ര നാൾ? കൂടിപ്പോയാൽ കുറച്ച് ദിവസങ്ങൾ മാത്രം. അതിനപ്പുറത്തേക്ക് ആ ചെറുപ്പക്കാരൻ അവർക്ക് ഓർമ്മ മാത്രമാണ്. നമുക്ക് ഉദാഹരണമായി പറഞ്ഞാൽ അബു അരിക്കോടിൻ്റെ മരണം. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിക്ക് വേണ്ടി സദാസമയം സൈബറിടങ്ങളിൽ ശബ്ദമുയർത്തിയ ഒരു ചെറുപ്പക്കാരനാണ് അബു അരിക്കോട്. അവസാനം ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടതിന് ശേഷം എത്ര പേർ ആ ചെറുപ്പക്കാരനെ കുറിച്ച് ആ പാർട്ടി പ്രവർത്തകർ ഓർക്കുന്നുണ്ട്? അതത്രയേ ഉള്ളൂ. ഇനിയെങ്കിലും ചിന്തിക്കണം. നിങ്ങൾക്ക് വേണ്ടിയെങ്കിലും വല്ലപ്പോഴും ചിന്തിക്കാനും ജീവിക്കാനും ശ്രമിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവൻ പണയം വയ്ക്കരുത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന, നിങ്ങളുടെ തണലിൽ കഴിയുന്ന ഒരു കുടുംബമുണ്ട് എന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന, നിങ്ങളെ പോറ്റി വളർത്തിയ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെയും കാത്ത് വീട്ടിലിരിപ്പുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്.